Question. The autocorrelation function of a WSS random process is given by r of tau equal to alpha square e raised to minus 2 lambda into modulus tau. Determine the power spectral density of the process. നമുക്ക് ആർ ഓഫ് ടോ ആണ് തന്നിരിക്കുന്നത്. നമുക്ക് പവർ സ്പെക്ട്രമാണ് കണ്ടുപിടിക്കേണ്ടത് എസ് ഒമേഗ. അപ്പോൾ എസ് ഒമേഗ ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആൽഫ സ്ക്വയർ ഇ റേസ് ടു മൈനസ് 2 ലാംഡ ഇൻറ്റു മോഡുലസ് ടോ ഇ റേസ് ടു ഐ മൈനസ് ഐ ഒമേഗ ടോ ഡി ടോ. അപ്പോൾ ഈ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ആൽഫ സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 ഇ റേസ് ടു 2 lambda tau e raised to minus I omega tau d tau plus alpha square into integral 0 to infinity e raised to minus 2 lambda tau e raised to minus I omega tau d tau. ഈ മോഡുലസ് ടോ എന്ന് പറയുന്നത് മൈനസ് ആയിരിക്കും. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 ഇല്ല, 0 ടു ഇൻഫിനിറ്റിയിൽ മോഡുലസ് ടോ എന്ന് പറയുന്ന ടോ ആണ്. അപ്പോൾ ഇസ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 ഇ റേസ് ടു 2 lambda minus I omega into tau plus alpha square into integral 0 to infinity e raised to minus of 2 lambda plus I omega into tau d tau. Alpha square into e raised to 2 lambda minus I omega into tau divided by 2 lambda minus I omega between the limits minus infinity to 0 plus alpha square into e raised to minus of 2 lambda plus I omega divided by minus of 2 lambda plus I omega between the limits 0 to infinity is equal to alpha square into e raised to 0 1 ആണ്. e raised to minus infinity ആണെങ്കിൽ നമുക്കറിയാം e raised to infinity ഇൻഫിനിറ്റി ആണ്. അപ്പം e raised to minus infinity എന്ന് പറയുന്നത് 0 ആയിരിക്കും. 2 lambda minus I omega plus I omega is equal to alpha square into 2 lambda plus I omega plus 2 lambda minus I omega divided by 2 lambda minus I omega into 2 lambda plus I omega is equal to 4 alpha square lambda divided by 4 lambda square plus omega square. Next question. The autocorrelation of the random binary transmission is given by r of tau equal to 1 minus modulus tau divided by t for modulus tau less than or equal to t, 0 for modulus tau greater than t. Find the power spectrum. ഇപ്പോൾ ഇവിടെ r of tau തന്നിട്ടുണ്ട്. ഇപ്പോൾ പവർ സ്പെക്ട്രം എസ് ഒമേഗയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എസ് ഒമേഗ ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ടി ടു ടി 1 മൈനസ് മോഡുലസ് ടോ ഡിവൈഡഡ് ബൈ ടി ഇൻറ്റു കോസ് ഒമേഗ ടോ മൈനസ് ഐ സൈൻ ഒമേഗ ടോ ഇൻറ്റു ഡി ടോ. ഇനി കൊസൈൻ എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷനാണ്, സൈൻ എന്ന് പറയുന്ന ഓഡ് ഫംഗ്ഷനാണ്. പിന്നെ 0 ടു ടിയിൽ മോഡുലസ് ടോ എന്ന് പറയുന്നത് ടോ തന്നെ ആയിരിക്കും. ഇപ്പോൾ ട്വൈസ് ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ടി 1 മൈനസ് മോഡുലസ് ടോ ഡിവൈഡഡ് ബൈ ടി ഇൻറ്റു കോസ് ഒമേഗ ടോ ഡി ടോ സിക്കൽ ടു 2 ഇൻറ്റു 0 ഇൻ്റഗ്രൽ 0 ടു ടി 1 മൈനസ് ടോ ഡിവൈഡഡ് ബൈ ടി കോസ് ഒമേഗ ടോ ഇൻറ്റു ഡി ടോ. ഇത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ്. 2 ഇൻറ്റു 1 മൈനസ് ടോ ഡിവൈഡഡ് ബൈ ടി ഇൻറ്റു സൈൻ ഒമേഗ ടോ ഡിവൈഡഡ് ബൈ ഒമേഗ ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 ടു ടി മൈനസ് ഇൻ്റഗ്രൽ 0 ടു ടി മൈനസ് 1 ബൈ ടി ഇൻറ്റു സൈൻ ഒമേഗ ടോ ഡിവൈഡഡ് ബൈ ഒമേഗ ഇൻറ്റു ഡി ടോ സിക്കൽ ടു 2 ഇൻറ്റു മൈനസ് കോസ് ഒമേഗ ടോ ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ ടി ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് 0 ടു ടി. ഇപ്പോൾ 2 ഇൻറ്റു മൈനസ് 1 ബൈ ടി ഒമേഗ സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ ടോ മൈനസ് 1 സിക്കൽ ടു 2 ഇൻറ്റു 1 മൈനസ് കോസ് ഒമേഗ ടോ ഡിവൈഡഡ് ബൈ ടി ഒമേഗ സ്ക്വയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Given the power spectral density S omega equal to 1 by 4 plus omega square, find the average power of the process. എസ് ഒമേഗ തന്നിട്ടുണ്ട്. ആർ ഓഫ് ടോ കാൽക്കുലേറ്റ് ചെയ്യണം. ആവറേജ് പവർ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ടി ആണ്. ദി ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ എന്താണ്? ആർ ഓഫ് ടോ ഈക്വൽ ടു 1 by 2 പൈ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എസ് ഒമേഗ ഇ റേസ്ഡ് ഐ ഒമേഗ ടോ ഡി ഒമേഗ ഈക്വൽ ടു 1 by 2 പൈ integral minus infinity to infinity 1 by omega square plus 4 into e raised to I omega to d omega.
ഇനി ആവറേജ് പവർ എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് സ്ക്വയർ ടി ഇസ് ഈക്വൽ ടു ആർ ഓഫ് 0. ഇപ്പോൾ 1/2π ഇൻ്റഗ്രൽ -∞ to ഇൻഫിനിറ്റി ടോയ്ക്ക് 0 കൊടുക്കണം. അപ്പോൾ e⁻0 1 ആണ്. ഇപ്പോൾ d ω/ω² + 4. ഇനി നമുക്കറിയാം ω² + 4 1/ω² + 4 ആണല്ലോ ഫംഗ്ഷൻ. അത് ഈവൻ ഫംഗ്ഷനാണ്. ഇപ്പോൾ 1/2π ട്വൈസ് ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി d ω/2² + ω². അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് സ്ക്വയർ ടി ഇസ് ഈക്വൽ ടു 1/π ഇൻറ്റു 1/a² + h² എന്ന് പറയുന്നത് 1/a tan ഇൻവേഴ്സ് h/a ആണ്. അപ്പോൾ 1/2 ഇൻറ്റു tan ഇൻവേഴ്സ് ω/2 ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 to ഇൻഫിനിറ്റി. ഇനി tan ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് π/4 ആണ്. tan ഇൻവേഴ്സ് 0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 1/π ഇൻറ്റു π/4 ഈക്വൽ ടു 1/4. tan ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് π/2 ആണ്. അപ്പോൾ tan ഇൻവേഴ്സ് 0 ആണ്. അപ്പോൾ എന്ത് വരും? 1/π ഇൻറ്റു π/4 എന്ന് വരും. ഈക്വൽ ടു 1/4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് എ WSS പ്രോസസ് വിത്ത് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ R of τ ഈക്വൽ ടു e⁻α ഇൻറ്റു τ². ഇവിടെ R of τ തന്നിട്ടുണ്ട്. S ω കാൽക്കുലേറ്റ് ചെയ്യണം. S ω ഈക്വൽ ടു ഇൻ്റഗ്രൽ -∞ to ഇൻഫിനിറ്റി R of τ e⁻iωτ dτ. ഇപ്പോൾ ഇൻ്റഗ്രൽ -∞ to ഇൻഫിനിറ്റി e⁻−α τ² + iωτ ഇൻറ്റു dτ. ഇപ്പോൾ ഇൻ്റഗ്രൽ -∞ to ഇൻഫിനിറ്റി ആൽഫ പുറത്തെടുത്തിരിക്കുകയാണ്. e⁻−α ഇൻറ്റു τ² + iωτ ഡിവൈഡഡ് ബൈ ആൽഫ ഇൻറ്റു dτ. ഇനി ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കണം. ഇപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ട് കോഎഫിഷ്യൻ്റ് ഓഫ് i ഡിവൈഡഡ് ബൈ 2 ആണ്. ഇപ്പോൾ ഇൻ്റഗ്രൽ -∞ to ഇൻഫിനിറ്റി e⁻−α ഇൻറ്റു τ + iω/2 ആൽഫ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ a + b ദ ഹോൾ സ്ക്വയർ എന്ന് വരും. a² + 2ab + b². അപ്പോൾ അതൊന്ന് മൈനസ് ചെയ്യുക. -b². അപ്പോൾ -i² ω² / 4α² ഇൻറ്റു dτ. ഇപ്പോൾ ഇൻ്റഗ്രൽ -∞ to ഇൻഫിനിറ്റി e⁻−α ഇൻറ്റു τ + iω ഡിവൈഡഡ് ബൈ 2 ആൽഫ ദ ഹോൾ സ്ക്വയർ. ഇനി i² എന്ന് പറയുന്നത് -1 ആണല്ലോ. അപ്പോൾ +ω² / 4α² ഇൻറ്റു dτ. ഇപ്പോൾ ഇൻ്റഗ്രൽ -∞ to ഇൻഫിനിറ്റി e⁻−α ഇൻറ്റു τ + iω/2 ആൽഫ ദ ഹോൾ സ്ക്വയർ മൈനസ് e⁻ω² / 4α ഇൻറ്റു dτ. ഇപ്പോൾ e⁻ω² / 4α പുറത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻ്റഗ്രൽ -∞ to ഇൻഫിനിറ്റി e⁻α ഇൻറ്റു τ + iω/2 ആൽഫ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു dτ. പിന്നെ ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ്. ആൽഫ ഇൻറ്റു τ + iω/2 ആൽഫ ദ ഹോൾ സ്ക്വയറിനെ u² എന്ന് കൊടുത്തു. അപ്പോൾ u ഈക്വൽ ടു എന്ത് വരും? √α ഇൻറ്റു τ + iω/2 ആൽഫ. അപ്പോൾ du എന്തായിരിക്കും? √α dτ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ലിമിറ്റും ചേഞ്ച് ആവും. τ ടെൻസ് ടു -∞ ആണെങ്കിൽ u ടെൻസ് ടു എന്തായിരിക്കും? -∞ ആണ്. അതുപോലെ τ ടെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിലോ u ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ S ω ഈക്വൽ ടു e⁻ω² / 4 ആൽഫ ഇൻ്റഗ്രൽ -∞ to ഇൻഫിനിറ്റി e⁻u² du ബൈ √α. ഇപ്പോൾ e⁻ω² / 4 ആൽഫ ഡിവൈഡഡ് ബൈ √α. ഇനി e⁻u² അത് ഈവൻ ഫംഗ്ഷനാണ്. അപ്പോൾ ട്വൈസ് ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e⁻u² du. ഇനി ഒരു റിസൾട്ട് ഉണ്ട്. ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e⁻u² du e⁻h² dx എന്ന് പറയുന്നത് √π ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു e⁻ω² / 4 ആൽഫ ഡിവൈഡഡ് ബൈ √α ഇൻറ്റു √π/2. അപ്പോൾ √π/2 e⁻ω² / 4 ആൽഫ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Find the autocorrelation function of the process x of t for which the power spectral density is given by S ω equal to 1 + ω² for mod omega less than 1, 0 for mod omega greater than 1. അപ്പോൾ S ω തന്നിട്ടുണ്ട്. R of τ കാൽക്കുലേറ്റ് ചെയ്യണം. R of τ equal to 1/2π ഇൻ്റഗ്രൽ -∞ to ഇൻഫിനിറ്റി S ω e⁻iωτ dω. ഇപ്പോൾ 1/2π മോഡുലസ് ω <1 ആയതുകൊണ്ട് ഇൻ്റഗ്രൽ -1 to 1
1 plus omega square into cos omega tau plus I sin omega tau into d omega. ഇപ്പോൾ 1/π ഇനി കൊസൈൻ എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷനാണ്, സൈൻ എന്താണ്, ഓഡ് ഫംഗ്ഷനാണ്. ഇപ്പോൾ 1/π ഇൻ്റഗ്രൽ 0 to 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ ടു ഡി ഒമേഗ. ഇത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ്. ഇപ്പോൾ 1/π ഇൻറ്റു 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ ടോ ഡിവൈഡഡ് ബൈ ടോ ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 to 1 മൈനസ് ഇൻ്റഗ്രൽ 0 to 1 2 ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടോ ഡിവൈഡഡ് ബൈ ടോ ഇൻറ്റു ഡി ഒമേഗ. 1/π ഇൻറ്റു 2 sin omega tau divided by 2 minus 2 by tau into omega into minus cos omega tau divided by 2 between the limits 0 to 1 minus integral 0 to 1 minus cos omega tau divided by tau into d omega is equal to 1/π 2 sin omega tau divided by 2 minus 2 by tau into minus cos omega tau divided by 2 plus sin omega tau divided by tau square between the limits 0 to 1. So 1/π into 2 sin omega tau divided by tau plus 2 cos tau divided by tau square minus 2 by tau sin tau divided by tau square is equal to 2/π tau cube into tau square sin tau plus tau cos tau minus sin tau. Next question ആണ്, find the power spectral density of the random process whose autocorrelation function is R tau is equal to 1 minus modulus tau less than or equal to 1, 0 elsewhere. എസ് ഒമേഗ എന്ന് പറയുന്നത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഇൻ്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആർ ഓഫ് ടോ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടോ ഡി ടോ ആണ്. ഇപ്പോൾ ഇൻ്റഗ്രൽ -1 to 1 മൈനസ് മോഡുലസ് ടോ ഇൻറ്റു ഇ റേസ് ടു ഐ ഒമേഗ ടോ മൈനസ് ഐ ഒമേഗ ടോ ഡി ടോ. ഇപ്പോൾ ഇൻ്റഗ്രൽ -1 to 0 1 പ്ലസ് ടോ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടോ ഡി ടോ പ്ലസ് ഇൻ്റഗ്രൽ 0 to 1 മൈനസ് ടോ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടോ ഡി ടോ. മോഡുലസ് ടോ ഇൻ്റഗ്രൽ -1 to 0 മോഡുലസ് ടോ എന്ന് പറയുന്നത് മൈനസ് ആണ്. ഇൻ്റഗ്രൽ 0 to 1 മോഡുലസ് ടോ എന്ന് പറയുന്നത് ടോ ആണ്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ്. 1 പ്ലസ് ടോ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടോ ഡിവൈഡഡ് ബൈ മൈനസ് ഐ ഒമേഗ മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടോ ഡിവൈഡഡ് ബൈ മൈനസ് ഐ ഒമേഗ ദ ഹോൾ സ്ക്വയർ ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് -1 to 0 പ്ലസ് 1 മൈനസ് ടോ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടോ ഡിവൈഡഡ് ബൈ മൈനസ് ഐ ഒമേഗ minus 1 into e raised to minus i omega tau divided by minus i omega the whole square between the limit 0 to 1. ഈ ലിമിറ്റിൽ അപ്ലൈ ചെയ്തതിനു ശേഷമുള്ള റിസൾട്ടാണ് -1/i omega plus 1/omega square minus of 0 plus 1/omega square into e raised to i omega plus 0 minus 1/omega square into e raised to minus i omega minus of -1/i omega minus 1/omega square. സിംപ്ലിഫൈ ചെയ്തിരിക്കുകയാണ്. -1/i omega plus 1/omega square minus 1/omega square e raised to i omega minus 1/omega square e raised to minus i omega plus 1/i omega plus 1/omega square. 2/omega square minus 2/omega square into e raised to i omega plus e raised to minus i omega divided by 2. 2/omega square അവിടെ നിന്ന് കോമൺ ഫാക്ടർ ആണ്. e raised to theta plus e raised to minus i theta divided by 2 എന്ന് പറയുന്നത് കോസ് തീറ്റയാണ്. ഇപ്പോൾ 2/omega square into 1 minus cos omega. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, given the power spectral density of a continuous process as s omega equal to omega square plus 9 divided by omega raised to 4 plus 5 omega square plus 4. Find the mean square value of the process. ഇവിടെ എസ് ഒമേഗ തന്നിട്ടുണ്ട്. അപ്പോൾ ഒമേഗ സ്ക്വയർ പ്ലസ് 9 ഡിവൈഡഡ് ബൈ ഒമേഗ റേസ് ടു 4 പ്ലസ് 5 ഒമേഗ സ്ക്വയർ പ്ലസ് 4. ഡിനോമിനേറ്ററിനെ നമുക്കിങ്ങനെ എഴുതാം, ഒമേഗ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു ഒമേഗ സ്ക്വയർ പ്ലസ് 1. എന്നിട്ട് ന്യൂമറേറ്ററിനെ റീറൈറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്, ഒമേഗ സ്ക്വയർ പ്ലസ് 4 പ്ലസ് 5 ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു ഒമേഗ സ്ക്വയർ പ്ലസ് 1. ഇനി ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ ഒമേഗ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു ഒമേഗ സ്ക്വയർ പ്ലസ് 1 ആണ്. ഇപ്പോൾ 1/ഒമേഗ സ്ക്വയർ പ്ലസ് 1 പ്ലസ് 5/ഒമേഗ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു ഒമേഗ സ്ക്വയർ പ്ലസ് 1.
ഇനി രണ്ടാമത്തെ പാർട്ടിനെ ഒമേഗ സ്ക്വയറിന് യു എന്ന് കൊടുത്തു, സബ്സ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ 5/ω² + 4 × ω² + 1 = 5/u+4 × u+1 ആണ്. അപ്പോൾ ഇത് പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. a/u+4 + b/u+1. ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്ത് എയും ബിയും കാൽക്കുലേറ്റ് ചെയ്യണം. മൾട്ടിപ്ലൈ ത്രൂ ഔട്ട് ബൈ u+1 × u+4. അപ്പോൾ ബി എന്ന് പറയുന്നത് നമുക്ക് 5/3 എന്ന് കിട്ടി. എ എന്ന് പറയുന്നത് -5/3 ആണ്. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂഷനാണ്. -5/3 / ω² + 4 + 5/3 / ω² + 1. ഇനി എസ് ഒമേഗയിൽ അവിടെ കൊടുത്തു ഇക്വേഷൻ 1-ൽ. അപ്പോൾ 1/ω² + 1 -5/3/ω² + 4 + 5/3 / ω² + 1. അപ്പോൾ 1 + 5/3 അപ്പോൾ 8/3 1/ω² + 1 -5/3 × 1/ω² + 4. ഇനി 8/3 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുക. 1/2 നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 8/3 × 1/2 × 2/ω² + 1. അതുപോലെ -5/3 × ഇവിടെ ω² + 2² എന്നല്ലേ, -5/3 × 1/4 × 2 × 2 / ω² + 4. അതൊരു റിസൾട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ F ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. 8/3 × 1/2 F ഇൻവേഴ്സ് 2/ω² + 1 -5/3 × 1/4 F ഇൻവേഴ്സ് 2 × 2 / ω² + 2² ആണ്. അപ്പോൾ 8/6 F ഇൻവേഴ്സ് 2/ω² + 1 -5/12 F ഇൻവേഴ്സ് 2 × 2 / ω² + 2². ഈ ഫോർമുലയാണ്. F ഇൻവേഴ്സ് 2 α/α² + ω² എന്ന് പറയുന്നത് e⁻⁴ ആണ്. e⁻⁴ × മോഡുലസ് ടോ. അപ്പോൾ F ഇൻവേഴ്സ് 2/ω² + 1 എന്ന് പറയുന്നത് e⁻⁻⁴ ആണ്. അവിടെ ആൽഫ 1 ആണ്. F ഇൻവേഴ്സ് 2 × 2 / ω² + 2² എന്ന് പറയുന്നത് e⁻2 × മോഡുലസ് ടോ ആണ്. അവിടെ ആൽഫ എന്ന് പറയുന്നത് 2 ആണ്. ആ റിസൾട്ടാണ് അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. 8/6 e⁻⁻⁴ -5/12 e⁻2 × മോഡുലസ് ടോ. ഇനി നമുക്ക് ആവറേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ്പെക്ടേഷൻ x² എന്ന് പറഞ്ഞാൽ R(0) ആണ്. ടോയ്ക്ക് 0 കൊടുക്കണം. അപ്പോൾ 8/6 -5/12 എന്ന് കിട്ടും 11/12. അപ്പോൾ മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത് 11/12 ആണ്. ഇനി നെക്സ്റ്റ് ഒരു തിയറം ആണ്. ഈ φ(t) = h(t + a - h(t - a) പ്രൂവ് ദാറ്റ് r(y/τ) = 2rxh(τ - rxh(τ + 2a rxh(τ - 2a). Second one, sy/ω = 4sin² a ω shh ω. അപ്പോൾ r(τ) എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ്റെ ഫോർമുലയാണ്. എക്സ്പെക്ടേഷൻ ഓഫ് y(t) × y(t + τ). y(t) തന്നിട്ടുണ്ട്. y(t + τ) എന്ന് പറയുന്നത് tക്ക് t + τ കൊടുക്കണം. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് h(t + a - h(t - a) × h(t + τ - h(t - a + τ). ഇനി രണ്ട് ബ്രാക്കറ്റ് കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ്പെക്ടേഷൻ ഓഫ് h(t + a) × h(t + a + τ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് h(t + a) × h(t - a + τ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് h(t - a) × h(t + a + τ പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് h(t - a) h(t - a + τ. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് rxh(τ) ആണ്. t + a t + a + τ ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് h(t - a) × h(t - a + τ. അതിനെ അങ്ങനെ എഴുതുക. മൈനസ് തേർഡ് വണ്ണും അതേപോലെ എഴുതുക. എക്സ്പെക്ടേഷൻ ഓഫ് h(t - a) × h(t - a + 2a h(t - a + 2a + τ. ഈ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്ലസ് rxh(τ) ആണ്. അപ്പോൾ rxh(τ) മൈനസ് rxh ഓഫ് τ - 2a മൈനസ് rxh ഓഫ് τ + 2a. ഈ റിസൾട്ട് ഉപയോഗിച്ചാണ് ഓട്ടോ കോറിലേഷൻ്റെ. പ്ലസ് rxh(τ). അപ്പോൾ 2rxh(τ) മൈനസ് rxh(τ + 2a മൈനസ് rxh(τ - 2a). ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? xy/ω. അപ്പോൾ ഈ റിസൾട്ടിൽ ടോയ്ക്കെല്ലാം ഒമേഗ കൊടുക്കുകയാണ്. 2hh ω മൈനസ് ഇൻ്റഗ്രൽ -∞ to ∞ r of τ + 2a into e⁻⁻⁰ dτ. ഒമേഗയുടെ റിസൾട്ടാണ്. മൈനസ് ഇൻ്റഗ്രൽ -∞ to ∞ r of
ടോ മൈനസ് 2a ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ഇൻറ്റു ഡി ടോ. ഇനി ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഇപ്പോൾ ടോ പ്ലസ് 2a ഈക്വൽ ടു യു ആൻഡ് ടോ മൈനസ് 2a ഈക്വൽ ടു വി. ഇപ്പോൾ 2hx ഒമേഗ മൈനസ് ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആർ ഓഫ് യു ഇ റേസ് ടു മൈനസ് ഒമേഗ ഇൻറ്റു യു പ്ലസ് യു മൈനസ് 2a മൈനസ് ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആർ ഓഫ് വി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ഇൻറ്റു വി പ്ലസ് 2a ഇൻറ്റു ഡി വി. ഇപ്പോൾ 2hx ഒമേഗ മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഇൻറ്റു 2a ഒമേഗ ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആർ ഓഫ് യു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ യു ഡി യു മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഇൻറ്റു 2a ഒമേഗ ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആർ ഓഫ് വി ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ വി ഡി വി. ഇപ്പോൾ 2hx ഒമേഗ മൈനസ് ഓഫ് ഇ റേസ് ടു ഐ ഇൻറ്റു 2a ഒമേഗ പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ഇൻറ്റു 2a ഒമേഗ ഇൻറ്റു hx ഒമേഗ. ഇപ്പോൾ 2hx ഒമേഗ ഇൻറ്റു 1 മൈനസ് കോസ് 2a ഒമേഗ ആ റിസൾട്ടാണ്. ഇപ്പോൾ 2hx ഒമേഗ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ 2 സൈൻ സ്ക്വയർ എ ഒമേഗ. ഇപ്പോൾ 4 സൈൻ സ്ക്വയർ എ ഒമേഗ ഇൻറ്റു hx ഒമേഗ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For the process x of t equal to a cos bt plus y, where y is uniformly distributed over 0 to pi, find the autocorrelation and spectral density. റാൻഡം പ്രോസസ് തന്നിട്ടുണ്ട്. നമുക്ക് ഓട്ടോ കോറിലേഷൻ ആർ ഓഫ് ടോ കാൽക്കുലേറ്റ് ചെയ്യണം. സ്പെക്ട്രൽ ഡെൻസിറ്റി എക്സ് ഒമേഗയും കാൽക്കുലേറ്റ് ചെയ്യണം. ഈ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എ കോസ് ബി ടി പ്ലസ് വൈ ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ഓഫ് ടി പ്ലസ് ടോ എന്താണ്? എ കോസ് ബി ഇൻറ്റു ടി പ്ലസ് ടോ പ്ലസ് വൈ. ഇനി തീറ്റ എന്ന് പറയുന്ന യൂണിഫോംലി ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. ഏത് ഇൻ്റർവെല്ലാണ്? 0 to 2π ആണ്. അപ്പോൾ എഫ് ഓഫ് വൈ നമുക്ക് എങ്ങനെ എഴുതാം? 1/2π 0 ലെസ് ദാൻ y ലെസ് ദാൻ 2π. ഇപ്പോൾ എക്സ് ഓഫ് ടീൻ്റെ എക്സ് ഓഫ് ടി പ്ലസ് ടോ എഴുതിയിരിക്കുന്നത് എ കോസ് ബി ടി പ്ലസ് വൈ ഇൻറ്റു എ കോസ് ബി ടി പ്ലസ് ബി ടോ പ്ലസ് വൈ. ഇനി കോസ് എ കോസ് ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി ബൈ 2 ആണ്. ഇപ്പോൾ എ സ്ക്വയർ ബൈ 2 ഇൻറ്റു 2 കോസ് ബി ടി പ്ലസ് വൈ കോസ് ബി ടി പ്ലസ് ബി ടോ പ്ലസ് വൈ. അപ്പോൾ അവിടെ ആ ഫോർമുല അപ്ലൈ ചെയ്തിട്ടുള്ള റിസൾട്ടാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എഴുതിയിരിക്കുന്നത്. എ സ്ക്വയർ ബൈ 2 കോസ് 2 ബി ടി പ്ലസ് 2y പ്ലസ് ബി ടോ പ്ലസ് കോസ് ബി ടോ. ഇനി ആർ ഓഫ് ടോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് ടി പ്ലസ് ടോ ആണ്. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എ സ്ക്വയർ ബൈ 2 കോസ് 2 ബി ടി പ്ലസ് 2y പ്ലസ് ബി ടോ പ്ലസ് കോസ് ബി ടോ. എക്സ്പെക്ടേഷൻ ഓഫ് എ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എ സ്ക്വയർ ബൈ 2 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് കോസ് 2 ബി ടി പ്ലസ് 2y പ്ലസ് ബി ടോ പ്ലസ് എ സ്ക്വയർ ബൈ 2 എക്സ്പെക്ടേഷൻ ഓഫ് കോസ് ബി ടോ. എ സ്ക്വയർ ബൈ 2 ഇൻ്റഗ്രൽ 0 to 2π കോസ് 2 ബി ടി പ്ലസ് 2y പ്ലസ് ബി ടോ ഇൻറ്റു എഫ് ഓഫ് വൈ ഡി വൈ പ്ലസ് എ സ്ക്വയർ ബൈ 2 കോസ് ബി ടോ സീക്വൽ ടു എ സ്ക്വയർ ബൈ 2 ഇൻ്റഗ്രൽ 0 to 2π കോസ് 2 ബി ടി പ്ലസ് 2y പ്ലസ് ബി ടോ ഇൻറ്റു 1/2π dy പ്ലസ് എ സ്ക്വയർ ബൈ 2 കോസ് ബി ടോ സീക്വൽ ടു എ സ്ക്വയർ ബൈ 4π സൈൻ 2 ബി ടി പ്ലസ് 2y പ്ലസ് ബി ടോ ഡിവൈഡഡ് ബൈ 2 ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 to 2π പ്ലസ് എ സ്ക്വയർ ബൈ 2 കോസ് ബി ടോ സീക്വൽ ടു എ സ്ക്വയർ ബൈ 8π സൈൻ 4π പ്ലസ് 2 ബി ടി പ്ലസ് ബി ടോ മൈനസ് സൈൻ 2 ബി ടി പ്ലസ് ബി ടോ പ്ലസ് എ സ്ക്വയർ ബൈ 2 കോസ് ബി ടോ. ലിമിറ്റ് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. സീക്വൽ ടു എ സ്ക്വയർ ബൈ 8π സൈൻ 2 ബി ടി പ്ലസ് ബി ടോ മൈനസ് സൈൻ 2 ബി ടി പ്ലസ് ബി ടോ പ്ലസ് എ സ്ക്വയർ ബൈ 2 കോസ് ബി ടോ. സൈൻ 4π പ്ലസ് തീറ്റ സൈൻ തീറ്റയാണ്. സൈൻ 2 ബി ടി പ്ലസ് ബി ടോ അപ്പോൾ 0 പ്ലസ് എ സ്ക്വയർ ബൈ 2 കോസ് ബി ടോ. അപ്പോൾ എ സ്ക്വയർ ബൈ 2 കോസ് ബി ടോ ആണ്. ഇനി എസ് ഒമേഗ എന്ന് പറയുന്നത് ഇത് ആർ ടോ എന്ന് കിട്ടി. അപ്പോൾ ഇനി എസ് ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആർ ഓഫ് ടോ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടോ ഡി ടോ ആണ്. ആർ ഓഫ് ടോ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എ സ്ക്വയർ ബൈ 2 ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടോ ബി ടോ ഡി ടോ. അപ്പോൾ എ സ്ക്വയർ ബൈ 2 ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടോ കോസ് ബി ടോ ഡി ടോ. അപ്പോൾ ഈ കിടക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ആക്ച്വലായിട്ട് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് കോസ് ബി ടോ ആണ്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് കോസ് ബി ടോയ്ക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. എ സ്ക്വയർ ബൈ 2 പൈ ഓഫ് ഡെൽറ്റ ഓഫ് ഒമേഗ പ്ലസ് ബി പ്ലസ് ഡെൽറ്റ ഓഫ് ഒമേഗ മൈനസ് ബി സീക്വൽ ടു പൈ എ സ്ക്വയർ ബൈ 2 ഡെൽറ്റ ഓഫ് ഡബ്ല്യു പ്ലസ് ബി പ്ലസ് ഡെൽറ്റ ഓഫ് ഒമേഗ മൈനസ് ബി.